ആറ്റം എന്നത് വളരെ ടൈനി പാർട്ടിക്കിളാണ്. അതുകൊണ്ട് ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റിനും അപ്പുറത്ത് വളരെ കുറവാണ്. അതിനാൽ ആറ്റത്തിൻ്റെയും മോളിക്യൂൾസിൻ്റെയും മാസ് നമ്മൾ കമ്പയർ ചെയ്താണ് പറയുന്നത്. ഇങ്ങനെ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ മാസ് കമ്പയർ ചെയ്ത് പറയുന്നതിനെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നാണ് പറയുന്നത്. നമുക്കാദ്യം എന്താണ് റിലേറ്റീവ് മാസ് നോക്കാം. നമുക്ക് ഒരു ഉദാഹരണം പരിഗണിക്കാം. ഈ ബോർഡിൻ്റെ ലെങ്ത് നമുക്ക് അളക്കണം എന്ന് കരുതുക. നമ്മുടെ കയ്യിൽ സ്കെയിൽ ഇല്ല എങ്കിൽ നമുക്കൊരു ബുക്കിനെ ബേസിക് യൂണിറ്റായിട്ട് പരിഗണിക്കാം. ഇവിടെ ഒരു ബുക്കിൻ്റെ നീളം എന്നത് ഒരു യൂണിറ്റ് പോലെ പരിഗണിക്കുന്നു. സോ 1, 2, 3, 4, 5 നമുക്ക് പറയാൻ പറ്റും ഈ ബോർഡിൻ്റെ നീളം എന്നത് ബുക്കിൻ്റെ നീളത്തിൻ്റെ 5 ടൈംസ് ആണ്, അല്ലെങ്കിൽ ബുക്കിൻ്റെ നീളത്തിൻ്റെ 5 മടങ്ങാണ്. നമ്മളിവിടെ ബുക്കിൻ്റെ നീളത്തെ ഒരു യൂണിറ്റ് എന്ന് പരിഗണിച്ചു. അതുമായി കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്താണ് നമ്മൾ ബോർഡിൻ്റെ നീളം പറഞ്ഞത്. അതിനെ നമുക്ക് റിലേറ്റീവ് ലെങ്ത് എന്ന് പറയാനായി സാധിക്കും. അതേപോലെ നമുക്ക് ആറ്റത്തിൻ്റെയും മാസ് റിലേറ്റ് ചെയ്ത് പറയാം. അതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സയൻറ്റിസ്റ്റ് ഏറ്റവും ആദ്യം ആറ്റംസിൻ്റെ മാസ് കമ്പയർ ചെയ്ത് പറയാനായി സിമ്പിൾ ആറ്റമായ ഹൈഡ്രജൻ ആറ്റത്തെയാണ് പരിഗണിച്ചിരുന്നത്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ എത്ര മടങ്ങാണ് അതർ ആറ്റംസിൻ്റെ മാസ് എന്ന് നമുക്ക് പറയാം. ബട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കാർബൺ 12 എന്ന ആറ്റത്തെയാണ്. നമുക്കറിയാം കാർബണിന് പല ഐസോട്ടോപ്സ് ഉണ്ട്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇതിൽ ഏറ്റവും സ്റ്റേബിളായ നേച്ചറിൽ കാണപ്പെടുന്ന ഒരു ഐസോട്ടോപ്പാണ് മാസ് നമ്പർ 12 ഉള്ള കാർബൺ 12. ഈ കാർബൺ 12ൻ്റെ മാസിൻ്റെ 1/12 അഥവാ 12 ഒരു ബേസിക് യൂണിറ്റായി പരിഗണിച്ചിരിക്കുന്നു. ഈ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 എത്ര മടങ്ങാണ് അതർ ആറ്റംസിൻ്റെ മാസ് എന്നാണ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പറയുന്നത്. ഇങ്ങനെ ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് ഷോർട്ടായി AMU എന്നാണ് പറയുന്നത്. നമുക്ക് ഡിഫൈൻ ചെയ്യാം. 1 AMU ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 അഥവാ 12 1 അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ 1 AMU എന്ന് പറയുന്നത്. ഇതുമായി കമ്പയർ ചെയ്ത് നമുക്ക് മറ്റു ആറ്റംസിൻ്റെ മാസ് പറയാനായി സാധിക്കും. ഉദാഹരണമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് ഒരു യൂണിറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാസ് നമ്പർ 1 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്നത് 16 യൂണിറ്റ്സ് ആണ്. ഇവിടെ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 എത്ര മടങ്ങാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഏതാനും ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് നോക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്, നമ്മൾ മാസ് നമ്പർ എന്നും പറയാറുണ്ട്. ദെൻ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5 ആണ്. ഇന്ന് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നതിന് പകരം യൂണിഫൈഡ് മാസ് എന്ന ടേമിലാണ് പറയാറുള്ളത്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്നതിന് പകരം യൂണിഫൈഡ് മാസ് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അത് യു എന്ന സ്മോൾ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ്
1 യൂണിഫൈഡ് മാസ്സാണ്. കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് 12 യൂണിഫൈഡ് മാസ്സാണ്. ഓക്സിജൻ്റേത് 16 യൂണിഫൈഡ് മാസ്, ക്ലോറിൻ്റേത് 35.5 യൂണിഫൈഡ് മാസ്. ശരിക്കും ഇവിടെ എഴുതിയ നമ്പേഴ്സ് ആ ആറ്റംസിൻ്റെ അല്ലെങ്കിൽ ആ എലമെൻസിൻ്റെ മാസ് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണം. നമുക്കറിയാം പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം എല്ലായ്പ്പോഴും ഒരു പൂർണ്ണസംഖ്യയായിരിക്കും. എന്നിട്ടും ഇവിടെ ക്ലോറിൻ്റെ മാസ് വന്നിരിക്കുന്നത് 35.5. അതൊരു പൂർണ്ണസംഖ്യ അല്ല. അതിന് കാരണം ഒരേ എലമെൻസിന് ഐസോട്ടോപ്സ് ഉണ്ട്. അതായത് വ്യത്യസ്തമായ മാസ് നമ്പറുള്ള ആറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഐസോട്ടോപ്സ് ഉണ്ട് എങ്കിൽ അവയുടെ എല്ലാം മാസിൻ്റെ ആവറേജാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിനെ ആവറേജ് അറ്റോമിക് മാസ് എന്നാണ് പറയുന്നത്. ഐസോട്ടോപ്സ് ഉള്ളതുകൊണ്ട് ആറ്റംസിൻ്റെ മാസ് ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കില്ല, അത് ഡെസിമലിന് ശേഷം വരാറുണ്ട്. അതിനെ നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് എന്നാണ് പറയുന്നത്. ഉദാഹരണമായി ഹൈഡ്രജൻ 3 ഐസോട്ടോപ്സ് ഉണ്ട്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. അതുകൊണ്ട് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1.001 യൂണിഫൈഡ് മാസ്സാണ്. നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി അത് അപ്രോക്സിമേറ്റ് 1 എന്ന് പരിഗണിക്കുന്നു. അതേപോലെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 15.998 ആണ്. നമ്മളത് എളുപ്പത്തിന് വേണ്ടി 16 എന്ന് പരിഗണിച്ചിരിക്കുകയാണ്. അറ്റോമിക് മാസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് മോളിക്കുലാർ മാസ് കണക്കാക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ആറ്റംസ് കമ്പൈൻ ചെയ്താണ് മോളിക്യൂൾസ് കിട്ടുന്നത്. ഒരു മോളിക്യൂളിൻ്റെ മാസ് എന്നാൽ ആ മോളിക്യൂളിലുള്ള ഡിഫറെൻ്റ് ആറ്റംസിൻ്റെ മാസിൻ്റെ സം ആയിരിക്കും. സോ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ അറ്റോമിക് മാസസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദാറ്റ് മോളിക്യൂൾ. ആ മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത ആറ്റങ്ങളുടെ അറ്റോമിക് മാസിൻ്റെ സമ്മിനെ അഥവാ തുകയെയാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. നമുക്ക് ഏതാനും മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കാം. ഉദാഹരണമായി H2O വാട്ടർ മോളിക്യൂൾ. നമുക്കറിയാം, വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമാണുള്ളത്. സോ H2Oയുടെ മോളിക്കുലാർ മാസ് എന്നത് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് ഇൻറ്റു 2 പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ഇൻറ്റു 1 ആണ്. പ്രധാനപ്പെട്ട ആറ്റംസിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണെന്ന് നമുക്കറിയാം. സോ മോളിക്കുലാർ മാസ് ഓഫ് H2O ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഹൈഡ്രജൻ ആറ്റമുണ്ട്. സോ 1 ഇൻറ്റു 2 പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ഇൻറ്റു 1. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 16. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 18. വേറൊരു ഉദാഹരണം നമുക്ക് പരിഗണിക്കാം. നമുക്ക് പരിചയമുള്ള ഒരു മോളിക്യൂളാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ ഫോർമുല അറിയാം, C6H12O6. ഇവിടെ 6 കാർബൺ ആറ്റവും 12 ഹൈഡ്രജൻ ആറ്റവും 6 ഓക്സിജൻ ആറ്റവുമാണുള്ളത്. സോ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് എന്നത് കാർബണിൻ്റെ അറ്റോമിക് മാസ് ഇൻറ്റു 6 പ്ലസ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് ഇൻറ്റു 12 പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ഇൻറ്റു 6 ആണ്. സോ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് നമുക്ക് കണക്കാക്കാം. മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 ഇൻറ്റു 6 പ്ലസ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ഇൻറ്റു 12 പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ഇൻറ്റു 6. ഇറ്റ് ഈസ് ഈക്വൽ ടു 72 പ്ലസ് 12 പ്ലസ് 96. സോ ഇറ്റ്സ് സമ്മ് 180. സോ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് 180 ആണ്. നമുക്കറിയാം, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മോളിക്യൂളായി എക്സിസ്റ്റ് ചെയ്യും. കാരണം അതൊരു കോവാലൻ്റ് കോമ്പൗണ്ടാണ്. എന്നാൽ അയോണിക് കോമ്പൗണ്ട് പലപ്പോഴും സിംഗിൾ മോളിക്യൂൾ ആയിട്ടായിരിക്കില്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടെ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും 3 ഡയമെൻഷനലായ ക്രിസ്റ്റലിൽ
അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ മാസ് പറയുന്നതിന് പകരം ഫോർമുല മാസ് എന്ന ടേമിലാണ് പറയുന്നത്. ഉദാഹരണമായി സോഡിയം ക്ലോറൈഡ്, നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്നത് ഒരു അയോണിക് കോമ്പൗണ്ട് അഥവാ അയോണിക് സംയുക്തമാണ്. ഇതിൽ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും 3 ഡൈമെൻഷനലായി പാക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ മോളിക്കുലാർ മാസ് എന്നതിന് പകരം നമ്മൾ ഫോർമുല മാസ് എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. ഫോർമുല മാസ്, അതായത് എന്താണ് മോളിക്കുലാർ ഫോർമുല, അതിലെ ആ ആറ്റംസിൻ്റെ മാസിൻ്റെ സമ്മ്. സോ എണ്ണയുടെയും ക്ലോറിൻ്റെയും അറ്റോമിക് മാസിൻ്റെ സം എടുത്താൽ നമുക്കവിടെ ഫോർമുല മാസ് കിട്ടും. സയൻസിൽ സബ്സ്റ്റൻസിൻ്റെ അളവ് അഥവാ എമൗണ്ട് പറയാനായി ഉപയോഗിക്കുന്ന ഒരു ബേസിക് യൂണിറ്റാണ് മോൾ. നമ്മൾ ലോവർ ക്ലാസ്സിൽ മോൾ എന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ എണ്ണം സൂചിപ്പിക്കാനായി പെയർ, ഡസൻ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ എണ്ണം സൂചിപ്പിക്കാനായി നമുക്ക് മോൾ എന്ന ടേം ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാം മോൾ എന്നാൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ട് ആണ്. 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ടിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. ഇത്രയും പാർട്ടിക്കിൾസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അത്രയും പാർട്ടിക്കിൾസിൻ്റെ ഗ്രാമിലുള്ള മാസ് അല്ലെങ്കിൽ അത്രയും പാർട്ടിക്കിൾസിൻ്റെ വോളിയം, അതിനെയാണ് നമുക്ക് ഒരു മോൾ എന്ന് പറയാവുന്നത്. ഒരു മോൾ എന്നാൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിൻ്റെ എണ്ണമായിരിക്കാം, അല്ലെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിൻ്റെ മാസാകാം, അല്ലെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിൻ്റെ വോളിയമാകാം. ഈ നമ്പറിനെ വിളിക്കുന്നത് അവോഗാഡ്രോ നമ്പർ അഥവാ അവോഗാഡ്രോ കോൺസ്റ്റന്റ് എന്നാണ്. അതിൻ്റെ സിമ്പൽ നമ്പറിനെ സൂചിപ്പിക്കാനായി ക്യാപിറ്റൽ ലെറ്റർ എൻ, സബ്സ്ക്രിപ്റ്റായി ക്യാപിറ്റൽ ലെറ്റർ എ, എൻ എന്നാണ് ഈ നമ്പറിനെ സൂചിപ്പിക്കുന്നത്. നമ്മൾ അവോഗാഡ്രോ ലോ പഠിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ നമ്പറിന് അവോഗാഡ്രോ നമ്പർ എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. നമ്മൾ മോൾ എന്താണെന്ന് കണ്ടു. 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ട് ആണ്. നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ 1 മോളിനെയും ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. കാർബൺ 12 ഐസോടോപ്പിൽ എത്ര പാർട്ടിക്കിൾസാണോ ഉള്ളത് അത്രയും പാർട്ടിക്കിൾസിൻ്റെ തുല്യ എണ്ണം പാർട്ടിക്കിളിൻ്റെ എമൗണ്ടിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 1 മോൾ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ആസ് മെനി പാർട്ടിക്കിൾസ് ആസ് ദെയർ ആർ ആറ്റംസ് ഇൻ എക്സാക്ട്ലി 12 ഗ്രാം കാർബൺ 12 ആറ്റം. 12 ഗ്രാം കാർബൺ 12 ആറ്റത്തിൽ എത്ര പാർട്ടിക്കിൾസാണോ ഉള്ളത് അത്രയും എണ്ണം പാർട്ടിക്കിൾസിന് തുല്യ എണ്ണം പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ടിനെയാണ് മോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം 12 ഗ്രാം കാർബൺ 12ൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസാണ് ഉള്ളത്. അത്രയും പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ടാണ് 1 മോൾ എന്ന് അറിയപ്പെടുന്നത്. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസ് ഗ്രാം എന്ന യൂണിറ്റിൽ നമ്മൾ സൂചിപ്പിക്കുകയാണ് എന്ന് കരുതുക. അങ്ങനെ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസ് ഗ്രാമിൽ സൂചിപ്പിക്കുന്നതിനെ മോളാർ മാസ് എന്നാണ് പറയുന്നത്. മോളാർ മാസ് എന്നാൽ 1 മോളിൻ്റെ മാസ്. സോ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 1 മോൾ സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ്. നമുക്ക് ഉദാഹരണം പരിഗണിക്കാം. കാർബണിൻ്റെ മോളാർ മാസ് ഓഫ് കാർബൺ ഇറ്റ് ഈസ് ഈക്വൽ ടു 12 ഗ്രാം. അതായത് കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്. അത് നമ്മൾ ഗ്രാം എന്ന യൂണിറ്റ് പറയുകയാണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. സോ 12 ഗ്രാം കാർബൺ എന്നാൽ അത് കാർബണിൻ്റെ മോളാർ മാസിന് തുല്യമാണ്.
Similarly, molar mass of H2O, molar mass of H2O, it is equal to 18 gram. ഈ 18 ഗ്രാം എന്നത് H2Oയുടെ ഗ്രാം മോളിക്കുലാർ മാസ് ആണ് എന്ന് നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. സോ മോളാർ മാസ് എന്നാൽ അതൊരു ആറ്റമാണ് എങ്കിൽ ഗ്രാം അറ്റോമിക് മാസിന് തുല്യമായിരിക്കും. അതേസമയം ഒരു മോളിക്യൂൾ ആണെങ്കിൽ അത് ഗ്രാം മോളിക്കുലാർ മാസിന് തുല്യമായിരിക്കും. ഒരു മോളിൻ്റെ മാസ് നമ്മൾ ഗ്രാമിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിൻ്റെ വോളിയം ലിറ്ററിൽ സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ വോളിയത്തെ മോളാർ വോളിയം എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ വോളിയത്തെ മോളാർ വോളിയം എന്ന് പറയുന്നു. മോളാർ വോളിയം എന്നാൽ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ വോളിയമാണ്. മോളാർ വോളിയം എന്ന ടേം പറയുന്നത് ഗ്യാസസിൻ്റെ എമൗണ്ട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പഠിച്ചിരുന്നു, ടെമ്പറേച്ചറിന് വേരിയേഷൻ വന്നാൽ, അതുപോലെ പ്രഷറിന് വേരിയേഷൻ വന്നാൽ ഗ്യാസിൻ്റെ വോളിയത്തിൽ ചേഞ്ച് വരാം. അതുകൊണ്ട് ഗ്യാസിൻ്റെ വോളിയം പറയുമ്പോൾ എത്രയാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എത്രയാണ് പ്രഷർ എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഒരു ബേസിക് ടെമ്പറേച്ചർ അതുപോലെ ഒരു ബേസിക് പ്രഷർ അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിനെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് പറയുന്നത്. STP-യിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറായി പരിഗണിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസിനെയാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പരിഗണിക്കുന്നത് സീ ലെവലിലെ പ്രഷർ 1 അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇങ്ങനെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിലും ഒരു മോൾ ഗ്യാസിൻ്റെ വോളിയം എന്നത് സയൻറ്റിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. സോ STP-യിൽ മോളാർ വോളിയം എന്നത് 22.4 ലിറ്റർ അഥവാ 22,400 മില്ലി ലിറ്റർ ആയിരിക്കും. 1 മോൾ എന്നത് പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. 1 മോൾ എന്നാൽ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് അഥവാ അവഗാഡ്രോ നമ്പറിന് തുല്യമാണ്. 1 മോൾ എന്നാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ മോളാർ മാസിന് തുല്യമാണ്. അതൊരു ആറ്റമാണ് എങ്കിൽ ഗ്രാം അറ്റോമിക് മാസിന് തുല്യം, മോളിക്യൂൾ ആണെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസിന് തുല്യമായിരിക്കും. ഒരു മോൾ എന്നത് മോളാർ വോളിയത്തിന് തുല്യമാണ്. STP-യിൽ ഒരു ഗ്യാസ് ആണ് എങ്കിൽ അത് 22.4 ലിറ്ററിന് തുല്യമായിരിക്കും. ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് മോൾസിൻ്റെ എണ്ണം കണക്കാക്കാനായി സാധിക്കും. മോൾസിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി 3 തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് സാധാരണ വരാറുള്ളത്. ഒന്ന്, പാർട്ടിക്കിൾസിൻ്റെ എണ്ണം തന്ന്, പിന്നെ ഗ്രാമിലുള്ള മാസ് തന്ന്, പിന്നെ STP-യിലുള്ള വോളിയം തന്ന്. പാർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണുന്നതിനായി ആ തന്നിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. സോ പാർട്ടിക്കിളിൻ്റെ എണ്ണം അവിടെ പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും ഉണ്ടാകില്ല. 1000 അല്ലെങ്കിൽ 12.044 ഇൻറ്റു 10⁻23 എന്നിങ്ങനെ ഒരു നമ്പറായിട്ടായിരിക്കും തന്നിരിക്കുന്നത്. അങ്ങനെ പാർട്ടിക്കിൾസിൻ്റെ നമ്പറാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ നമ്പറിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് മോൾസിൻ്റെ എണ്ണം തന്നാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കണക്കാക്കാൻ സാധിക്കും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. മോൾസിൻ്റെ എണ്ണം അറിഞ്ഞിരുന്നാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. നമുക്ക് പാർട്ടിക്കിളിൻ്റെ മാസാണ് തന്നിരിക്കുന്നത് എന്ന് കരുതുക. മാസാണ് എങ്കിൽ അത് ഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം എന്ന യൂണിറ്റിലാണ് സാധാരണ തരുന്നത്. നമ്മൾ ആ തന്നിരിക്കുന്ന യൂണിറ്റിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ആ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്ക് 2 സ്പെസിഫിക് പ്രോബ്ലംസ് വരാറുണ്ട്. ആറ്റവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മോളിക്യൂളുമായി ബന്ധപ്പെട്ട്. ആറ്റമാണ് എങ്കിൽ അവിടെ സ്പെസിഫിക്കായി ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നതിന് പകരം
ഗ്രാം അറ്റോമിക് മാസ് എന്നതാണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം മോളിക്യൂളാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ മോളിക്യൂൾ എന്ന് സ്പെസിഫിക്കായി പറയില്ല. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അഥവാ ഗ്രാം മോളിക്കുലാർ മാസ്. നമുക്ക് സാധാരണ ഈ ഫോർമുല ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് വരാറുള്ളത്. ഇവിടെയും മോൾസിൻ്റെ എണ്ണം അറിഞ്ഞിരുന്നാൽ നമുക്ക് മാസ് ഇൻ ഗ്രാംസ് കാണാൻ സാധിക്കും. ഗ്രാമിലുള്ള മാസ് കണക്കാക്കാനായി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. എസ് ടി പിയിലുള്ള വോളിയമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണക്കാക്കാനായി വോളിയം ഇൻ ലിറ്റർ അറ്റ് എസ് ടി പി ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. പ്രോബ്ലം മനസ്സിലാക്കുന്നതിനായി അവിടെ തന്നിരിക്കുന്ന ആ വോളിയമാണ് എങ്കിൽ അവിടെ ലിറ്റർ എന്ന യൂണിറ്റ് കാണാം. അതല്ലെങ്കിൽ മില്ലി ലിറ്റർ അല്ലെങ്കിൽ ഡെസിമീറ്റർ ക്യൂബ് തുടങ്ങിയ യൂണിറ്റ്സ് ഉണ്ട് എങ്കിൽ അവിടെ വോളിയമാണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ അറ്റ് എസ് ടി പി ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. വോളിയത്തെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെയും നമുക്ക് നമ്പർ ഓഫ് മോൾസ് തന്നാൽ എസ് ടി പിയിലെ വോളിയം കണക്കാക്കാം. സോ വോളിയം അറ്റ് എസ് ടി പി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 ലിറ്റർ. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുള്ള ഏതാനും പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 12.044 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ്. ഇവിടെ തന്നിരിക്കുന്നത് എണ്ണമാണ്, ഗ്രാം എന്നോ അല്ലെങ്കിൽ ലിറ്റർ എന്നോ യൂണിറ്റ് ഇല്ല. അങ്ങനെ എണ്ണമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാനായി തന്നിരിക്കുന്ന എണ്ണത്തെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 12.044 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. ഇത് ഈസിയായി സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആൻസർ 2 ആയിരിക്കും. 2 മോൾസ് ആണ്. സോ ഇവിടെ പ്രോബ്ലം ചെയ്യാനായി നമ്മൾ ആദ്യം ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റായിട്ട് എഴുതുകയാണ് വേണ്ടത്. ഫോർമുല കറക്റ്റാണ് എങ്കിൽ നമുക്ക് 1/2 മാർക്ക് കിട്ടുന്നതാണ്. സെക്കൻഡ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ 0.5 മോൾ സോഡിയം ആറ്റം. 0.5 മോൾ സോഡിയം ആറ്റത്തിൽ എത്ര പാർട്ടിക്കിളാണ് ഉള്ളത്? നമ്മൾ പഠിച്ചിരുന്നു, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാൻ വേണ്ടി മോൾസിൻ്റെ എണ്ണത്തെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. സോ ആൻസർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇവിടെ നമ്പർ ഓഫ് മോൾസ് 0.5 ആണ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3.011 ഇൻറ്റു 10⁻23. ഈസിയായി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അടുത്ത പ്രോബ്ലംസ്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 60 ഗ്രാം കാർബൺ ആറ്റം ആൻഡ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 220 ഗ്രാം കാർബൺ ഡയോക്സൈഡ്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഇവിടെ മാസാണ് തന്നിരിക്കുന്നത്, 60 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. സോ നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി തന്നിരിക്കുന്ന ഗ്രാമിലുള്ള മാസിനെ അതിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇവിടെ മാസ് ഇൻ ഗ്രാംസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 60 ഗ്രാം ഡിവൈഡഡ് ബൈ കാർബണിൻ്റെ മോളാർ മാസ്. ഇവിടെ കാർബൺ ആറ്റം എന്ന് സ്പെസിഫിക്കായി നൽകിയിട്ടുണ്ട്. സോ കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ്സാണ്. നമുക്ക് പരിചയമുള്ള എലമെൻസിൻ്റെ അറ്റോമിക് മാസ് പ്രോബ്ലത്തിൽ തരാറില്ല. അത് നമ്മൾ ബൈ ഹാർട്ട് ഓർത്തിരിക്കണം. അതല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ നോക്കി കണ്ടെത്തണം. കാർബണിൻ്റെ
ഗ്രാം അറ്റോമിക് മാസ് 12 gram ആണ്. സോ 60 gram by 12 gram. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 5 moles. സെക്കൻഡ് പ്രോബ്ലം പരിഗണിക്കുക. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 220 gram CO2. ഇവിടെ ആറ്റം എന്ന് സ്പെസിഫിക്കായി പറഞ്ഞിട്ടില്ല. ഇതൊരു മോളിക്യൂളാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അതിനു മുമ്പേ മാസ് ഗ്രാമിലാണ് നൽകിയിരിക്കുന്നത്. സോ മോളിലത്തെ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. സോ മാസ് ഇൻ ഗ്രാംസ് എന്നത് 220 gram ആണ്. മോളാർ മാസ് നൽകിയിട്ടില്ല, അതിന് പകരം അറ്റോമിക് മാസാണ് നൽകിയിരിക്കുന്നത്. സോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കുകയാണ് വേണ്ടത്. സോ കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കാം. മോളിക്കുലാർ മാസ് ഓഫ് CO2. കാർബണിൻ്റെ മാസ് 12 ആണ്. 12 × 1 പ്ലസ് ഓക്സിജൻ്റെ മാസ് 16 ആണ്. സോ 16 × 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 12 + 32. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 44. സോ നമുക്ക് മോളിക്യൂളാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ അവിടെ ആദ്യം മോളാർ മാസ് അഥവാ മോളിക്കുലാർ മാസ് കണക്കാക്കണം. ഇവിടെ CO2വിൻ്റെ മോളിക്കുലാർ മാസ് 44 ആണ്. Therefore, number of moles is equal to mass in grams divided by molar mass, that is 220 gram divided by molar mass. gram എന്ന യൂണിറ്റിലാണ്. 220 gram divided by 44 gram. So its answer will be 5 moles. Calculate the mass of 0.5 mole NH3. നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും അറ്റോമിക് മാസ് നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ മോൾസിൻ്റെ എണ്ണം തന്നിരിക്കുവാണ്, അവിടെ മാസ് കണക്കാക്കാനാണ്. സോ മോൾസിൻ്റെ എണ്ണം തന്നാൽ മാസ് ഇൻ ഗ്രാംസ് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഗ്രാം മോളിക്കുലാർ മാസ് അഥവാ മോളാർ മാസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 0.5 ഇൻറ്റു മോളാർ മാസ്. നമ്മൾ ആദ്യം മോളിക്കുലാർ മാസ് കണക്കാക്കണം. സോ മോളിക്കുലാർ മാസ് ഓഫ് NH3, മോളിക്കുലാർ മാസ് ഓഫ് NH3 ഒരു നൈട്രജൻ. സോ 14 × 1 പ്ലസ് 3 ഹൈഡ്രജൻ 1 × 3. സോ 14 + 3 ഇറ്റ് ഈസ് ഈക്വൽ ടു 17. Therefore, mass in grams is equal to number of moles 0.5 into molar mass 17 gram. So answer will be 8.5 gram. Next question. Calculate the number of moles in 112 liter O2 gas at STP. പ്രോബ്ലം നോക്കി നമുക്ക് മനസ്സിലാകും ഇവിടെ യൂണിറ്റ് നൽകിയിരിക്കുന്നത് ലിറ്ററിലാണ്, ഒപ്പം STP എന്നും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് കണക്കാക്കുന്നതിനെ നമ്മൾ അവസാനം പഠിച്ച ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. വോളിയം അറ്റ് STP 112 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഈസിയായി ഡിവൈഡ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 5 moles.